ഹായ്, വെൽക്കം ടു സ്മാർട്ട് ഫോളിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. എന്താന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിങ്ങാണ്ട് ബേസ് ലെവൽ മുതൽ പ്രോ ലെവൽ വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുകയാണ് ഈ ഒരു വീഡിയോ സീരീസിലൂടെ. മേ ബി ഒരു 70 മുതൽ ഒരു 70 to 100 വീഡിയോസ് ആണ് ഏകദേശം ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഏകദേശം നമ്മൾ ആ ഒരു ബേസ് ലെവലിൽ നിന്ന് പ്രോ ലെവൽ വരെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഒരു 70 to 100 വീഡിയോസ് ലെസൺസ് വരും എന്തായാലും. ഓക്കെ, നോ പ്രോബ്ലം. കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം അതിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ്, അതേമാതിരി സ്റ്റോക്ക് എങ്ങനെ പിക്ക് ചെയ്യണം, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് നോക്കാൻ, ഫൈനാൻസ് റിപ്പോർട്ട് നോക്കാൻ, അതുപോലെ തന്നെ ടെക്നിക്കൽ പ്രൈസ് ആക്ഷന്, വോളിയം, ഇൻഡിക്കേറ്റേഴ്സ്, അതേപോലെ തന്നെ ക്യാൻഡിൽ പാറ്റേൺസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, സൈക്കോളജി, പിന്നെ വീണ്ടും ഓപ്ഷൻസിന്റെ ലെവലിലോട്ട് നടക്കാനല്ല, ഓപ്ഷൻ ഏത് സ്ട്രൈക്ക് എടുക്കണം, OI അനാലിസിസ്, അങ്ങനെ എല്ലാ A to Z കാര്യങ്ങൾ ഫ്രീ ആയിട്ട്. പക്ഷെ അതിനർത്ഥം ഇത് വാല്യൂബിൾ അല്ല. ഫ്രീ ആയിട്ട് തരുമ്പോൾ ഇത് തീരെ വാല്യൂ ഇല്ലാത്തൊരു കാര്യമല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ പല സുഹൃത്തുക്കളും പേയ്മെന്റ് ചെയ്തിട്ട് ഈ കോഴ്സ് പഠിച്ചിട്ടുണ്ടാവും. എത്രത്തോളം കോസ്റ്റ്ലി ആണെന്നുള്ള നിങ്ങൾക്കറിയാം. പക്ഷെ എങ്കിലും ഞാനിത് വളരെ സ്മാർട്ട് ഫോളിയോ നിങ്ങൾക്കായിട്ട് തികച്ചും ഫ്രീ ആയിട്ട് വളരെ ലളിതമായ ഭാഷയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അപ്പം എല്ലാവരും തന്നെ വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ശ്രദ്ധിച്ച് തന്നെ ഈ ക്ലാസ്സുകൾ കേൾക്കണം. അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കേൾക്കണം. ആവശ്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പെന്നും നോട്ടും എടുത്തിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഇതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ലൈക്ക്, അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം, കമന്റ്സ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ പ്ലേസ് വേർ ഷെയർ ടു പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസ് ആർ ട്രേഡ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓഹരികൾ, സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ കമ്പനികളുടെ ഓഹരികൾ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം സ്റ്റോക്ക് മാർക്കറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പൊ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യം തന്നെ വരുന്നത് എന്താണ്? IPO ആണ്. ഇനീഷ്യൽ ഒരു കമ്പനിയുടെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ് ആദ്യം തന്നെ അവിടെ വരുന്നത്. പിന്നീടാണ് നമുക്ക് സെക്കൻഡറി മാർക്കറ്റിൽ നമുക്ക് ഷെയർസിന്റെ ട്രേഡിങ്ങിന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ശരിക്കും നമുക്ക് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതിന്റെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി 50. നിഫ്റ്റി 50 എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും നല്ല 50 കമ്പനികളുടെ ആവറേജ് ആണ് ആ ഒരു ഇൻഡെക്സിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, പിന്നെ ഇതന്നെ ഏകദേശം 10th ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇൻ ദ വേൾഡിലെ തന്നെ. ഇതിൽ ഏകദേശം 2266 കമ്പനികളോളം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഓൾറെഡി. പിന്നെ രണ്ടാമത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത് ഏകദേശം 1800, ഏകദേശം അല്ല, കറക്റ്റ് എക്സാക്ട്ലി 1875 ഇത് സ്ഥാപിതമായിട്ടുള്ളത്. ബോംബെയിലാണ്, മുംബൈയിലാണ് ഇതുള്ളത്. പിന്നെ ഇതിൽ ഏകദേശം 5309 കമ്പനികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും കൺട്രോൾ ചെയ്യുന്നത് സെബി എന്ന് പറയുന്നത്. സെബി ആണ് ഇതിനെ റെഗുലേറ്ററി. കാരണം സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളത് നമുക്കറിയാം. നമ്മളെ ബാങ്കുകളെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. അതേപോലെ തന്നെ നമ്മൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ റെഗുലേറ്റ് ചെയ്യുന്നത് സെബി ആണ്. എന്ന് പറഞ്ഞാൽ 100% ഗവൺമെന്റിന്റെ അണ്ടറിൽ ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യുന്ന 2 എക്സ്ചേഞ്ചുകളാണ് ഇവിടെ. കാരണം നമ്മുടെ ഓരോ ഇൻവെസ്റ്റ്മെന്റ്, ഓരോ രൂപയ്ക്കും അതിനു മാത്രം നല്ല സുരക്ഷിതവും കാര്യങ്ങളും എല്ലാം സെബി അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ഉറപ്പ് തരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ഞാൻ പറഞ്ഞു ഓൾറെഡി, നിഫ്റ്റി 50. അതേപോലെ തന്നെ ബോംബെ എക്സ്ചേഞ്ചിന്റെ BSEയുടെ ഇൻഡെക്സ് വരുന്നത് സെൻസെക്സ് ആണ്. 30 ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ BSEയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ടോപ്പ് 30 കമ്പനികളുടെ ആവറേജ്, അതിന്റെ വാല്യൂന്റെ ആവറേജ് ആണ് അതിന്റെ വാല്യൂ ആയിട്ട് വരുന്നത്. പിന്നെ ഇപ്പൊ നമുക്കറിയാം വിപ്രോ, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഫോസിസ്, അശോക് ലൈലൻഡ്, റിലയൻസ്, ഇതിന്റെ ഒക്കെ ഓരോരോ ഷെയറുകൾ. ഈ ഷെയറുകൾ വാങ്ങാനും കൊടുക്കാനും, അല്ലെങ്കിൽ വാങ്ങുക, വിൽക്കുക, ബൈ ചെയ്യുക, സെല് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടും ഇതിലെ നമ്മളെ ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ തന്നെയാണ് പിന്നെ നമുക്ക് കൊമോഡിറ്റി എന്ന് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ ഗ്യാസ്, ഗോൾഡ്, സിൽവർ,
പിന്നെ അതേപോലെ തന്നെ ഗ്രെയിൻസ്, അങ്ങനെ ക്രൂഡ് ഓയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതും ഇതിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ നമുക്കിവിടെ ട്രേഡ് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ട്രേഡിന് ഇനി ഇത്രയും കഴിഞ്ഞ ഇനി നമുക്ക് ഇത് ട്രേഡ് ചെയ്യാൻ നമുക്ക് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു ബ്രോക്കർ അക്കൗണ്ട് ആണ്. ഒരു ബ്രോക്കർ അക്കൗണ്ട് ആണ് എന്നാണ് ഡിമാറ്റ് അക്കൗണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്സ്റ്റോക്സ്, സെറോദ, ഏഞ്ചൽ വൺ, അങ്ങനെ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട് ഓൾറെഡി ഇന്ത്യയിൽ. ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്സ്റ്റോക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ അപ്സ്റ്റോക്സ് ആണ് ഏറ്റവും ആദ്യം എല്ലാവർക്കും റെഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിയ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോന്റെയും താഴെ അതിന്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിലൂടെ കയറിയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് നമ്മുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ. ഈ ബ്രോക്കർ ആണെങ്കിൽ തന്നെ നമുക്ക് ഈ ബ്രോക്കേഴ്സിന്റെ അല്ലെങ്കിൽ ഈ അപ്സ്റ്റോക്സ് ഏഞ്ചൽ പോലുള്ള ബ്രോക്കേഴ്സിന്റെ ഡിമാറ്റ് അക്കൗണ്ടിന് നമുക്ക് ജസ്റ്റ് വാങ്ങലും വിൽക്കലും മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷെ നമുക്കിത് നമ്മൾ ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഹോൾഡ് ചെയ്യുന്നത് ഒരു ഡിപ്പോസിറ്ററി എന്ന് പറയുന്ന ഒരു NSDL-ഉം അതേപോലെ തന്നെ CDSL-ഉം, ഈ രണ്ട് കമ്പനിയുടെ അല്ലെങ്കിൽ രണ്ട് സ്ഥാപനങ്ങളാണ് ഇതിനെ ഇത് ചെയ്യുന്നത്. കാരണം NSDL-ന്റെ അതും അതേപോലെ തന്നെ BSE രണ്ടും ഇത് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് എന്നുള്ളത് വാങ്ങാനും വിൽക്കാനും മാത്രമേ നമ്മളതിൽ, കാരണം നമ്മളെ ക്യാഷ് കാര്യങ്ങളെല്ലാം ഡിമാറ്റ് അക്കൗണ്ടിൽ ബ്രോക്കർ എടുത്താണെന്നുണ്ടെങ്കിലും നമ്മളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ സ്റ്റോക്ക് സൂക്ഷിക്കുന്നത് നമ്മളെ ഈ NSDL അതേപോലെ തന്നെ CDSL എന്ന് പറയുന്ന ഡെപ്പോസിറ്ററി കമ്പനീസ്, പക്ഷേ ഫേംസ് ആണ്. പക്ഷേ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ ബ്രോക്കർ എടുത്ത് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഡിപ്പോസിറ്ററിയിലും ഒരു അക്കൗണ്ട് ഓൾറെഡി ഓപ്പൺ ആകും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡെപ്പോസിറ്റിലെ അക്കൗണ്ട് ഓപ്പണിങ്ങിന് നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയം, നമുക്ക് കാര്യമായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഈ ഒരു ഡെപ്പോസിറ്ററിയുടെ ആ ഒരു അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ആക്കാനും വേണ്ടി നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ID പ്രൂഫ് വേണം, അഡ്രസ് പ്രൂഫ് വേണം, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതേപോലെ തന്നെ ചില ബ്രോക്കേഴ്സ് ചില ക്യാൻസൽ ചെയ്ത ചെക്കുകളൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം അത് സെക്യൂരിറ്റി പർപ്പസ് ആണെന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ തന്നെ പാൻ കാർഡ് വേണം, ഇമെയിൽ, ഫോൺ നമ്പർ, ഇത്രയും കാര്യങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റും. അതന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പല ബ്രോക്കേഴ്സും 0 കോസ്റ്റിലാണ് ഡിമാറ്റ് ഓപ്പൺ ആക്കി കൊടുക്കുന്നത്. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ, ഒരു ഡിമാറ്റ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അല്ലെ. ഇനി ഈ ഡിമാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങണം. സ്റ്റോക്ക് വാങ്ങുക എന്നുള്ള എല്ലാവർക്കും അറിയാം. സ്റ്റോക്കിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല റിട്ടേൺസ് കിട്ടുന്നുണ്ട്. പക്ഷെ വെറുതെ ഒരിക്കലും നമുക്ക് റിട്ടേൺസ് കിട്ടൂല. കാരണം അതിന് കുറച്ചൊക്കെ പണിയുണ്ട്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി ഗ്രോത്ത് മുകളിലോട്ട് പോകുന്ന ഒരു കമ്പനി ആയിരിക്കണം. അതേപോലെ നല്ല ബിസിനസ് ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെയൊക്കെ ആവുമ്പം നമ്മൾ ഈ സ്റ്റോക്കിന് നമ്മൾ ആദ്യം അനാലിസിസ് ചെയ്യാൻ കഴിയണം നമുക്ക്. കാരണം ആ ഒരു സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ കുറച്ചൊക്കെ പഠിക്കണം. ആ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ആ ഒരു കമ്പനി എങ്ങനെയാണ്, അതിന്റെ ബിസിനസ് എങ്ങനെയാണ്, അതിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻസ് എങ്ങനെയാണ്, ഇനി ഫ്യൂച്ചറിൽ അതിന് ഒരുപാട് ബിസിനസ് ഉണ്ടോ, ചെയ്യാനുണ്ടോ, അതേപോലെ അതിന്റെ മാനേജ്മെന്റ് എങ്ങനെ പോകുന്നുണ്ട്, ഫണ്ടമെന്റലി എങ്ങനെ അത് സ്ട്രെങ്ത് ഉള്ളതാണോ, കടം ഒരുപാട് കൂടുതലുള്ള കമ്പനിയാണോ, അതേപോലെ ആ കമ്പനിയുടെ ബിസിനസ് എന്താണ് എന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ അതിന് പുറമെ തന്നെ ചില കമ്പനികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓവർ വാല്യൂഡ് ആണ് എന്നുള്ളത്. മീൻസ് അതിന് ഒരു 1000 രൂപ, ഫോർ എക്സാമ്പിൾ ഒരു 1000 രൂപയുടെ സാധനം 1200, 1300, 1500 എത്തുന്ന സമയത്ത് നമുക്ക് പറയുമല്ലോ അത് ഓവർ വാല്യൂഡ് ആണ് എന്നുള്ളത്. ഈവൻ നമ്മുടെ നാട്ടിലെ ചില സ്ഥലങ്ങളൊക്കെ തന്നെ, ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്, സ്ഥലങ്ങൾ തന്നെ ഇപ്പം നമ്മൾ പറയും ആ സ്ഥലത്തിന് 5 ലക്ഷം രൂപ ചോദിക്കണം. അപ്പം മറ്റാൾ പറയും അത് ഇപ്പോൾ ഒരു 6 മാസം മുമ്പല്ല ഇപ്പം അതൊരു 2.5 ലക്ഷം റുപ്യക്കല്ല ഇപ്പം അത് കച്ചവടാക്കിയത്. അപ്പം ഒരു 6 മാസം കൊണ്ട് ഇപ്പോൾ 2.5 ലക്ഷം ഡബിൾ ആയോ, അപ്പോൾ അത് ഒരുപാട് കൂടുതലാണ് കിട്ടുന്നത്. കാരണം അതാണ് ഓവർ വാല്യൂ. അതേപോലെ തന്നെ ഈ സ്റ്റോക്കുകൾക്കും ഈ സെയിം സംഭവിക്കാറുണ്ട്. അപ്പം അത് ഓവർ വാല്യൂഡ് ആയിട്ടാണ് വരിക. അപ്പം അത് ഓവർ വാല്യൂ ആണോ? ഈ ഓവർ വാല്യൂലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഓവർ വാല്യൂവിൽ ആയിരിക്കുന്ന സമയത്ത് നമ്മളത് അത്രയും ഓവർ വാല്യൂ ആയിട്ടുള്ള പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആ സ്റ്റോക്ക് താഴോട്ട് വീഴുമ്പോൾ നമുക്ക്
ലോസ് ആണ് കാണിക്കുക. കാരണം നമ്മളൊരു 1200 വാങ്ങിയ സ്റ്റോക്ക് ഒരു 1000-900 ലെവലിലേക്ക് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് നഷ്ടമാണല്ലോ. നമ്മളെ ഹാർഡ് ഏൺ മണിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ അനാലിസിസിനെ കുറിച്ച് ശരിക്കും പഠിക്കണം. ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റലി അനാലിസിസ് ഈ വക കാര്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ പഠിക്കാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും റെഡി ആണെങ്കിൽ പറഞ്ഞു തരുന്നതിന് ഞാൻ റെഡിയാണ്. അപ്പൊ ഇനി വരുന്ന സീരീസിൽ ഈ കാര്യങ്ങളെല്ലാം ഓരോന്ന് 1 by 1 ആയിട്ട് ഓർഡർ വൈസിൽ തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്, ഓരോ കാര്യങ്ങളും. അപ്പം ഈ ഫണ്ടമെന്റലി അനാലിസിസിൽ നമുക്കുള്ള കുറച്ച് റേഷ്യോസ് വരുന്നുണ്ട്. ഈ റേഷ്യോസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. PE റേഷ്യോ, അതേപോലെ തന്നെ ROE, ROCE, അങ്ങനെ കുറച്ച് റേഷ്യോസ് വരുന്നുണ്ട്, അതൊക്കെ വരുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ ഇത് നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ്. സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ ഒരു വീഡിയോ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ, അതിൻ്റെ എല്ലാവിധ ഇമ്പോർട്ടൻസോടും കൂടി തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആവശ്യമുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അതേപോലെ ഞാൻ മാക്സിമം വീഡിയോ ലെങ്തി ആവാതിരിക്കാനും വേണ്ടിയിട്ട് മാക്സിമം ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം മാത്രമേ ഞാൻ അധികം പറയുള്ളൂ. ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ വെറുതെ അങ്ങോട്ടും പോവില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ, പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ വിട്ടുപോയതായാലും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ അതും കൂടി ഉൾപ്പെടുത്തിങ്ങാണ്ട് അതിനുള്ള മറുപടിയും തരാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാ രൂപത്തിലും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ കമന്റ് ഷെയർ ചെയ്യുക. ദിസ് ഈസ് VM Rafiq signing off.